ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പം കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മാത്സിൽ നമുക്ക് ലാബ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതി കൊടുക്കേണ്ടത്, ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു PDF ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ ക്വസ്റ്റ്യന് ആൻസർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതി കൊടുക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ രീതിയിൽ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ വെച്ചാൽ ഇത്രയും ലാബൊക്കെ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നെങ്കിൽ ആ വീഡിയോയിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അതിൽ ലാസ്റ്റിട്ട് കുറച്ച് വീഡിയോസിൻ്റെ ഉണ്ട് അത്. ഓക്കെ, അപ്പോൾ അതെടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലാബ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ലാബാണ്. ഈ ഒരു ലാബിൽ നമുക്കറിയാം ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൻ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും എഴുതാനിട്ടില്ല, ഇവിടെ ഒരു ക്വസ്റ്റ്യൻസും ഇല്ല. നമ്മൾ സത്യത്തിൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ഇല്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആൻസർ എഴുതിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കുക. ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ട് എ അപ്ലെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കൺസ്ട്രക്ട് എ അപ്ലെറ്റ്, അപ്പോൾ ജിയോജിബ്ര ഒരു അപ്ലെറ്റാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ ടീച്ചറിനെ ഫസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം വിളിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതണം. കാരണം അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്താണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് അതിന് ആൻസർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, താഴോട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഇത് നമ്മൾ ചെയ്യണം. ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിവിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതി കൊടുക്കേണ്ടതും ടീച്ചറെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ടതും. ഇനി ടീച്ചറെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ എഴുതാതെ ഒന്നും ഇരിക്കരുത്. കാരണം ടീച്ചർ അവസാനം ഈ കാണിച്ചതൊക്കെ അങ്ങ് മറന്നു പോകും. നമുക്ക് ടീച്ചർ ലാസ്റ്റ് എന്തേ നോക്കത്തുള്ളൂ, നമ്മൾ എഴുതി കൊടുത്ത പേപ്പർ മാത്രമേ നോക്കത്തുള്ളൂ. അത് നോക്കിയിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു വേർഡ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത്രയും മാർക്ക് നിങ്ങൾക്ക് പോകും. ആ 2 വേർഡ് എഴുതാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അത് ഉറപ്പായിട്ട് ഓർക്കണം. നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ഫസ്റ്റത്തെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതനുസരിച്ച് നിങ്ങൾ അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെങ്ങനെ നിങ്ങൾ എന്താണ് ക്ലാസ്സസ് കണ്ട് പഠിക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കാരണം നമുക്കിപ്പോൾ ഞാൻ കാണുന്ന എജുപോർട്ട് പിന്നെ എക്സാമിനറും കാണുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് മാത്സിൻ്റെ ലാബ് പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ എജുപോർട്ടും കാണാറുണ്ട്, എക്സാമിനറും കാണാറുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഞാൻ കൂടുതലും കാണുന്നത് എജുപോർട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഇവിടെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ആൻസർ എഴുതിയിട്ടുള്ളതെന്നും കൂടി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പം ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ എന്താണ് ഈ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ ലിങ്ക് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ HS ലൈവിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ ഇത് HS ലൈവിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിരിക്കാം, ലിങ്ക് ചെയ്ത് വെച്ചിരിക്കാം. അത് ഈ ഫയൽ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഞാൻ അത് ലിങ്ക് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇത് എങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞത്. ബാക്കി 2, 3, 4 ക്വസ്റ്റ്യൻസിനൊക്കെ ഇവിടെ എങ്ങനെയാണ് ആൻസർ എഴുതിയിട്ടുള്ളതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാണ്. സോ അതുകൊണ്ട് തന്നെ അത് ചെയ്ത് നോക്കി ഇങ്ങനെ എഴുതാനായിട്ട് പഠിച്ചിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഷോർട്സ് എടുത്തത് കാണിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവാം. താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് ബൈ.